ഞാൻ ഓഹാങ്കിനി ബ്രദറിൻ്റെ ധ്യാനം കൂടാൻ പോയപ്പോൾ ഒത്തിരിയേറെ പരിസ്ഥാനമാവിന് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ ആ പരിസ്ഥാനമാവിൻ്റെ അഭിഷേകം ബ്രദർ പ്രാർത്ഥിക്കാൻ വരുന്ന ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നു. 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും അവരിലേക്ക് നിനക്ക് കിട്ടുന്ന ആ അഭിഷേകം ആ മാതാപിതാക്കളിലേക്കും കുഞ്ഞുങ്ങളിലേക്കും ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ബൈബിളിൽ വചനം കിട്ടി. അതായത് പുത്രത്വത്തിൻ്റെ ആബാപിതാവെ എന്ന് വിളിക്കാനുള്ള പുത്രയുടെ ആത്മാവിനാണ് എനിക്ക് തന്നിരിക്കുന്നതെന്ന്. എന്നാൽ പരിസ്ഥാനാഭിഷേകം പൂർണ്ണമായിട്ട് എനിക്ക് കിട്ടിയോന്നൊരു സംശയം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ശരിക്കും അഭിഷേകത്തിന് വേണ്ടി നിന്നത് പോലുമല്ല. ഞാൻ ആൾക്കാരെ പുറകിലേക്ക് മറിഞ്ഞു വീഴാനായിട്ട് പിടിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് ബ്രദറിൻ്റെ നേരെ നോക്കി ഞാൻ മുന്നോട്ട് നീങ്ങി. പെട്ടെന്നൊരു ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അനുഭവം. ആ അനുഭവത്തിലൂടെ എനിക്ക് എന്നിലേക്ക് പരിസ്ഥാനാവിനെ തന്ന നല്ലവനായ ദൈവത്തിന് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു. കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദൈവം എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഇതിനെപ്പറ്റി ബുദ്ധിമുട്ടിയ ഒരു മകളാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. ഇനി ആരെങ്കിലും പെട്ടെന്ന് വരിക. എൻ്റെ പേര് മാത്യു. ഞാൻ സുബ്രജിയുടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞ 2 മാസമായി ഞാൻ പോകുന്നുണ്ട്. പിന്നെ ചേട്ടനൊക്കെ പ്രാർത്ഥനയിലേക്ക് ന്യൂക്കൂട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതിൽ പിന്നെ ഇവിടെയുള്ള 2 ആഴ്ച കൂടുമ്പോഴുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാ ആഴ്ചയിലും പങ്കെടുത്തിട്ടുണ്ട്. 8 ആഴ്ച പോലും ഞങ്ങളതിൻ്റെ അകത്ത് വർത്തിയായിട്ട് ഓർക്കുന്നില്ല. അതിനുശേഷം പ്രാർത്ഥനയിൽ വരാൻ സാധിച്ചു. ധ്യാനത്തെപ്പറ്റി പറഞ്ഞു കേട്ടപ്പോൾ അതിനായിട്ട് ഞാൻ പണ്ടുതൊട്ട് ഒരുങ്ങിക്കൊണ്ടാണ് ഇരുന്നത്. എന്ന് കഴിഞ്ഞാലും ആദ്യമേ ഞങ്ങൾ വിശുദ്ധാത്മാവിന് അഭിഷേകം ഉണ്ടാകുന്നതെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്നലെയും ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്നും അത് കിട്ടത്തില്ല, കാരണം നമ്മളൊക്കെ ഒത്തിരി ഭാവികളാണ്. അപ്പോൾ നമുക്കിങ്ങനെയാണ് നമ്മുടെ അടുത്തേക്കൊന്നും വിശുദ്ധാത്മാവിന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ ബ്രദർ അഭിഷേകം തുടങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തോളത്തിൽ ആട്ടുകുഞ്ഞുമായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ കണ്ണു പറഞ്ഞപ്പോൾ കുഞ്ഞൊന്നും സാധിക്കുന്നില്ല. പിന്നെ വലിയൊരു തിരയിൽ വന്നിട്ട് ഭയങ്കരമായ തിരകളാണെങ്കിലും മനുഷ്യരൊന്നും കാണുന്നില്ല. പരിശുദ്ധന്മാരുടെ എല്ലാവരും മറിഞ്ഞു വീഴുകയാണ്. പക്ഷെ ഞാൻ മാത്രം നിൽക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇവിടെ എല്ലാവരും മറിഞ്ഞു വീഴുക. അപ്പോൾ ഞാൻ ഭാവിയായതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് മാത്രം വരുന്നില്ല എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ അന്നേരം എനിക്ക് കുറേ സ്ത്രീച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് എന്നെ സമപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് വരാൻ സാധിക്കുന്നില്ല. ഭാവിയായി എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്ന് തൊട്ട് എന്നൊരു പുതിയ പിതാവും പുതിയൊരു മകനും, എൻ്റെ അപ്പച്ചനും പുതിയൊരു മകനും, എൻ്റെ അമ്മച്ചിക്ക് പുതിയൊരു മകനും, മറ്റുള്ളവർക്ക് എനിക്ക് പുതിയൊരു സഹോദരനും, എൻ്റെ സഹോദരിക്ക് പുതിയൊരു ആങ്ങളെ ഒക്കെ മാറ്റുവാണെങ്കിൽ ഈ നിമിഷം സെൻ്റ് അഗസ്റ്റിനെ മാറ്റി. ഇന്നലെ ബ്രദർ പറഞ്ഞ പോലെ പുതിയ ആ പഴയ അഗസ്റ്റിനല്ല, പുതിയൊരു അഗസ്റ്റിൻ ഇതുപോലെ പുതിയൊരു മാത്യമായിട്ട് മാറ്റി ആണെങ്കിൽ നല്ലൊരു കൈ കൊടുത്ത് മാത്യു പറഞ്ഞ നല്ലൊരു സിസ്റ്റർ. He saw the vision of Jesus Christ carrying a lamp. Here when we were praying, he saw a vision of the Lord Jesus Christ carrying a lamp on his shoulder. രണ്ടാമത് ഒരു കാര്യം കൊണ്ടുണ്ട്. ഈ വീഴുന്നതിന് നിങ്ങൾ അമിത പ്രാധാന്യം കൊടുക്കരുത്. വൈസറോ അത് ഒരു തെറ്റായ ഒരു ബോധ്യമാണ്. നിങ്ങൾ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് വിഷമമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റായൊരു പഠനമായിട്ട് മാറും. വൈസറോ ഞാൻ ഇന്നലെ തൊട്ടേ നിങ്ങളോട് പറയുന്നത് അനേക മാനിഫെസ്റ്റേഷൻസിൽ ഒന്നാണ് വീഴുന്നത്. വൈസറോ ചിലർക്ക് കരച്ചിലാണ് വരുന്നത്, ചിലർക്ക് ഷോക്ക് അടിക്കുന്നു, ചിലർക്ക് തണുപ്പ് വരുന്നു, ചിലർക്ക് കരയാൻ തോന്നുന്നു, വലിയ സ്നേഹം ഉണ്ടാകുന്നു, ഭാര്യയെ കൂടി സ്നേഹിക്കണം തോന്നുന്നു, ചിലർക്ക് മണം കിട്ടുന്നു, ചിലർക്ക് വിഷൻ കാണുന്നു, ഈശോയെ കാണുന്നു, മാതാവിനെ കാണുന്നു. ഏത് വിധത്തിൽ പ്രവർത്തിക്കാം. നിങ്ങൾ ഒരെണ്ണത്തിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു പഠനമാണ്. സഭ അനുവദിക്കുന്നതല്ല. ഹല്ലേലൂയ. അത് സ്വർഗവും അനുവദിക്കത്തില്ല. അത് ഒന്നിനേക്കാൾ ഒരിക്കലും വലുതല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. വീഴുന്നത് മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അത് അനേക പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, പോട്ട ശുശ്രൂഷകളുടെ ആദ്യ നാളിലവിടെ ആരും വീഴത്തില്ല. 40,000 പേര് ധ്യാനിക്കുമ്പോൾ പക്ഷേ രോഗികൾ വീൽ ചെയറിൽ എഴുന്നേറ്റ് പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവ് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്നത്. അതെപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അമിത പ്രാധാന്യം ഒന്നിനും കൊടുക്കരുത്. ഈശോയുമായിട്ടുള്ള ബന്ധത്തിന് മാത്രമേ അമിത പ്രാധാന്യമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ബാക്കി എല്ലാ കാര്യങ്ങളും സെക്കൻഡറിയാണ്. ഇനി ആരെങ്കിലും എന്നെ ദൈവം എപ്പിസ്കോപ്പൽ സഭകളുടെ നവീകരണത്തിലാണ് വിളിച്ചിരിക്കുന്നത്. മാതാവിനോട് ചേർന്ന് പോകാനാണ് എന്നോടുള്ള കർത്താവിൻ്റെ ആവശ്യം. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ടാണ് ഏത് പ്രൊട്ടസ്റ്റന്റുകാർ വന്നിരുന്നാലും ഞാൻ ജവമാല വിടുകയില്ല. അവരെ കാണിക്കാൻ ഒരിക്കലും ഞാൻ ജവമാല മാറ്റത്തുമില്ല. അത് ഉറപ്പിച്ചുള്ളൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നെ കർത്താവ് ജവമാലയുണ്ട്. എനിക്ക് ഒരുപാട് വിമർശനം ഇവിടെ വന്നപ്പോൾ ഒരിക്കലും ഉണ്ടായി. ഡോക്ടർ എപ്പോഴും ജവമാല ചൊല്ലിക്കൊണ്ടാണ് ഇരിക്കുന്നത്, അത് മാറ്റണം എന്ന് വരെ പറഞ്ഞ് കത്തോലിക്ക പ്രമുഖരെ എനിക്കറിയാം. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളത് പറയല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ മേൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായത് എനിക്ക് ദൈവത്തോടൊപ്പം. അതുകൊണ്ട് ഒരിക്കലും സഭയ്ക്കെതിരായോ സഭയുടെ പഠനങ്ങൾക്കെതിരായോ പരിശുദ്ധ അമ്മയ്ക്കെതിരായോ ഞാൻ മരിക്കുന്നവരെ ഞാൻ പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് അമ്മയോടൊപ്പം ഉള്ളൊരു ജീവിതമായിരിക്കും എൻ്റേത്. അതുകൊണ്ട് യൂഷ്വലി അങ്ങനെ പറയുമ്പോൾ പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഇഷ്ടമല്ല, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് യൂഷ്വലി ഇരിക്കാറില്ല. പക്ഷേ ഈ സിസ്റ്റർ ഇരുന്നതിനെ ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷിക്കുകയാണ്. അതൊരു ഗ്രേറ്റ് ഹാർട്ടിനെയാണ് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം യൂഷ്വലി മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിൽ പ്രൊട്ടസ്റ്റന്റുകാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് ഒത്തിരി ദൈവത്തിന് നന്ദി പറയാം. നല്ലൊരു കയ്യിൽ എനിക്ക് കൂടെ കൊടുക്കാം. ധ്യാനത്തിൻ്റെ തുടക്കം മുതൽ ഈശോ വന്നെന്ന് അറിയുന്നതായിട്ട് എനിക്ക് നന്നായി അനുഭവപ്പെടുന്നുണ്ട്. പല ദിവസം മുതലാണ് കണ്ണീരുകൊണ്ട് ഞാൻ അറിയുകയാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടും കുഞ്ഞൊത്തിരി പറഞ്ഞു അമ്മ കരയല്ലേ കരയല്ലേ. പക്ഷേ എനിക്ക് അങ്ങനത്തെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. യശുദാമാൻ്റെ ഒത്തിരി സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും സുഖം അനുഭവപ്പെട്ടു. 2 പ്രാവശ്യം എനിക്ക് സുഖം അനുഭവപ്പെട്ടു. ഇപ്പോഴാണെങ്കിലും എനിക്ക് എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയെന്ന് പറഞ്ഞ വിശുദ്ധിയിലും മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. സാക്ഷി പറയുന്നത് മറ്റുള്ളവർക്ക് ഫെയ്ത്ത് കിട്ടാനാണ് കേട്ടോ, ഈശോയെ മഹത്വപ്പെടുത്താൻ. ചെറുപ്പം മുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കുടുംബ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുകയും പിന്നീട് അതിൽ നിന്ന് വിട്ടുമാറി അവിടേക്ക് ചെയ്തതുമായിരുന്നു. ഇവിടെ വന്നിട്ടാണെങ്കിൽ ആദ്യം കുറച്ച് 5 വർഷമായി ഇവിടെ വന്നിട്ട് ആദ്യം കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥനയ്ക്ക് പോയി. പിന്നെ പ്രാർത്ഥനയിൽ നിന്നൊക്കെ മാറി ഇപ്പോഴാണെങ്കിൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ള സാഹചര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനാണ്. അവനിപ്പം 4 വയസ്സായി. അവൻ വർത്താനം പറയും, പക്ഷെ അവന് തോന്നിയാൽ മാത്രം വർത്താനം പറയുള്ളൂ. അവന് പാട്ട് പാടാനറിയാം, ഒരു വർത്താനം പറയാനറിയാം, ഒരു കാര്യം അറിയാം. പക്ഷെ അവനോട് കാര്യം ചോദിച്ചാൽ ഞാൻ പറയുകയില്ല, അവന് തോന്നരുത് പറയുന്നത്. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിലാണ് വെള്ളി മേഴ്സിയൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയിലേക്ക് വന്നത്. പക്ഷെ ഇപ്പം എനിക്ക് പറയാൻ പറ്റും, പ്രാർത്ഥനയ്ക്ക് വന്നത് എനിക്ക് അനുഗ്രഹമായി പറയാൻ എനിക്ക് സാധിക്കും. ദൈവത്തിന് നന്ദി. അതുപോലെ ബ്രദർ താല്പര്യമായി ഒരുങ്ങിയാണ് പ്രാർത്ഥനയ്ക്ക് വന്നത്. ക്ഷമിക്കാനുള്ളവർക്ക് എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചു. ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിന് ശരീരത്തിന് ഭാരമില്ലാത്തൊരവസ്ഥ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. അത് എഴുന്നേറ്റപ്പോൾ കൈക്കൊക്കെ ഇങ്ങനെ കരഞ്ഞടിക്കുന്നതായി ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് വിനീത. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ ഇങ്ങനെ വെള്ള ഉടുപ്പിട്ട് പുറത്തൊരു ചുമന്ന മേലങ്കിയുമായിട്ട് വന്ന് ഇടത് കൈ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. ശരിക്കും എൻ്റെ മനസ്സിൽ തോന്നിയത് മുട്ടുകുത്താനാണ്. പക്ഷെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എല്ലാവരും നിൽക്കുവാണ്. എനിക്കൊരു ചമ്മൽ മുട്ടുകുത്താൻ. ആ ചമ്മൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ മാതാവിനെ കണ്ടു. വെളുത്ത ഉടുപ്പും മേലങ്കിയും അണിഞ്ഞ് മാതാവ് വന്നു. കഴുത്തിലൊരു വലിയ കൊന്തയുണ്ടായിരുന്നു, കയ്യിലും ഒരു കൊന്തയുണ്ട്. മാതാവ് വന്ന് എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി. എനിക്ക് ഒത്തിരി സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റിനോ. ധ്യാനം വരുന്നു. ഡോക്ടർ ജോണിൻ്റെ ധ്യാനം ദൈവകൃപയായിട്ട് പലപ്പോഴായിട്ട് കൊണ്ടുപോകാനായിട്ട് കൃപയുണ്ടായി. ഞാൻ ഡോക്ടർ ജോണിൻ്റെ കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ല പ്രാർത്ഥനയിലായിരുന്നു. ഇവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. എനിക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ നമുക്ക് ഡോക്ടർ ജോണിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീഴുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വളരെ ക്ലേശിച്ച് തന്നെയാണ് അവിടെ നിന്നത്. ഡോക്ടർ ജോൺ എൻ്റെ അടുത്ത് വന്നപ്പോഴേ ഞാൻ വീണു. പിന്നെ 2 കൈകളുടെയും ഞാൻ അവിടെ നിന്ന സമയത്ത് തൊട്ടേ കറണ്ട് പാസ് ചെയ്യാനായി. എനിക്ക് വലിയൊരു അനുഭവം ദൈവം അതുപോലെ തന്നു. അതുപോലെ ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ പഴയ റിനോ മരിച്ചു, ഞാൻ ഇന്ന് മുതൽ ഒരു പുതിയ റിനോയാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ ഒരു സ്വർണ്ണ ലിപിയിൽ റിനോ എഴുതുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഈശോയോട് പറഞ്ഞു, വസ്ത്രത്തിൽ ഒരു